Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, hallelujah, praise the Lord. യേശുവേ hallelujah, 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 hallelujah. രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ചയും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ചയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു അനുഗ്രഹമേറിയ പ്രഭാതയാമം കൂടെ കണ്ടുണരുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ അനേകായിരങ്ങൾക്ക് ലഭിക്കാത്ത ഒരു മഹൽ ഭാഗ്യമാണ് ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതയാമം ലഭിക്കുക എന്നത്. പ്രിയരെ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്കത് വർണ്ണിക്കുവാൻ കഴിയുമോ? അതാ ദൈവത്തിൻ്റെ മഹൽ സ്നേഹമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഇന്നലെയെ കണ്ടവർ എത്രയോ പേർ, ഹല്ലേലൂയ, നല്ല ഒരു പ്രഭാതം ലഭിക്കാതെ മരണം അനേകരെ മുറിച്ച് കളഞ്ഞപ്പോൾ, രോഗം അനേകരെ താളടിയാക്കിയപ്പോൾ, യേശുവിൻ്റെ അത്ഭുതമാർന്ന കരം നമ്മായിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ നമ്മോടൊരു കരുതൽ, ഹല്ലേലൂയ, പ്രിയരെ, നമ്മോട് കൂടെ ഇരുന്നതിനാൽ മാത്രമാണ് നമുക്കെയും ഇന്നത്തെ ദിവസം ഒരു സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ജീവനുള്ളവരായി നിൽക്കുന്നത്. അത് ദൈവത്തിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ പ്രഭാതം നമുക്ക് സന്തോഷത്തോടു കൂടി വരവേൽക്കാം. കർത്താവിന് നന്ദി പറയാം, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ മഹൽ ദിനത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു എന്ന് നമുക്ക് പറഞ്ഞുകൂടെ ദൈവമക്കളെ? അത് കർത്താവിനോട് ചെയ്യുന്ന, ഹല്ലേലൂയ, നാം ദൈവത്തിന് കൊടുക്കുന്ന ഒരു നന്ദിയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമുക്ക് എത്രയോ അനേകം നന്മകളെ കൊണ്ട് കർത്താവ് നമ്മളെ നിറച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എണ്ണിയാൽ തീരാത്തവണ്ണം ദൈവം നമുക്ക് നന്മകളെ കൊണ്ട് നമ്മളെ നിറച്ചിരിക്കുന്നു. പ്രിയരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എൻ്റെ റോസ് ഫാമിലിയിലുള്ള എല്ലാ അഡ്മിന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ഗ്രൂപ്പിലായിരിക്കുന്ന ദൈവദാസി ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഹല്ലേലൂയ, നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരു പഴയ ഒരു പാട്ടിൻ്റെ 1-2 ലൈനുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി വചന ധ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഹല്ലേലൂയ. ദൈവമായി കർത്താവ് നമ്മൾ സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ. ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചൻ ഒരുക്കി തന്നതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പാ. എത്രയോ അനേകായിരങ്ങൾ തങ്ങളുടെ ജീവിതം അത്ര തന്നെ ഉള്ളൂ, ഇനിയും ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നതല്ല, ഞങ്ങളുടെ ജീവിതം തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അങ്ങ് ജീവനോടെ വെച്ചതിനായി കർത്താവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടുകൂടി സ്തുതിക്കുന്നപ്പ. പുതിയ ദിവസത്തെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ വരവേൽക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, അല്പനിമിഷം അങ്ങയുടെ കുഞ്ഞുങ്ങളുമായി ചെലവഴിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കും. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ സകലത്തിലും അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. വചനം കേൾക്കുവാൻ അങ്ങയുടെ കർത്താവ് അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. സകല നന്മകളാൽ ഒപ്പിച്ച് നിറയ്ക്കണം. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ് അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരു പഴയ ഒരു പാട്ടിൻ്റെ 1-2 ലൈനുകൾ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനെൻ്റെ അടുക്കൽ വരും.
ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനൻ്റെ അടുക്കൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ, ഉറവയിൻ തോടെനിക്ക് ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ, ഉറവയിൻ തോടെനിക്ക് ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷമമേറ്റു സരഫത്തിൽ സഹിച്ചിടാനാ, മരിക്കുവാനൊരുക്കമായി ഇരുന്നീടിലും. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എൻ്റെ, കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എൻ്റെ, കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കാ കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എത്ര നല്ല ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല പ്രിയരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഹല്ലേലൂയ സകലത്തിലും നമ്മെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, നമ്മളെ വിട്ടുവെക്കട്ടെ. ഈ ലോക്ക്ഡൗൺ കാലത്ത് കർത്താവ് നമ്മളെ പോറ്റി പുലർത്തുന്ന വിധങ്ങൾ അതത്ര വലുതാണ് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ താഴ്ത്തി ഏൽപ്പിക്കും. ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ കർത്താവ്. വചനം കേൾക്കുവാൻ എല്ലാവരും ഒരുക്കിക്കാട്ടെ. സകലതും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം ചിന്തിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവമക്കളെ, ചിന്തിക്കരുതാത്തതായ കാര്യങ്ങളും ഉണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അതത്ര നല്ലതല്ല. അത് മുമ്പോട്ടുള്ള വിശ്വാസ യാത്രയ്ക്ക് അത് വളരെ തടസ്സം ചെയ്യുന്നതാണ്. ആകയാൽ നാം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം. ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളെ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ പെട്ടെന്നൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ ഓടി വരുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ദൈവമക്കളെ, ചിലർ പ്രാർത്ഥനാ വിഷയങ്ങളുമായി എൻ്റെ അരികിലേക്ക് കടന്നു വരും. എന്നാൽ ഒരു സഹോദരൻ എപ്പോൾ വന്നാലും ഒരു സഹോദരനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോൾ പ്രാർത്ഥന വിഷയം പറഞ്ഞാലും ചില സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ആ സ്ത്രീ അങ്ങനെയാണ്, ആ സ്ത്രീ ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങൾ ഉപദ്രവിക്കുക, ആ സ്ത്രീ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ട് ഞാൻ മടുത്തിട്ട് എൻ്റെ സഹോദരങ്ങളോട് ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ അവർ വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതാണ് പ്രാർത്ഥന വിഷയമെന്നാണ്. ദൈവമക്കളെ, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത കാര്യങ്ങളെ നാം ചിന്തിക്കണം.
ചിന്തിക്കരുതേ എന്ന് ഇന്ന് പ്രഭാതത്തിൽ നാം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ആ സഹോദരനെ വിളിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടെന്ന് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും തിരിഞ്ഞ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദര? ആകയാൽ പ്രാർത്ഥനാ വിഷയമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വിഷയമായിരിക്കണമെന്ന് ഞാനത് പറയുകയുണ്ടായി. എനിക്ക് അത്രമാത്രം വിഷമം തോന്നി. ലോകം ഇന്ന് അത്രമാത്രം അധപ്പതിച്ചിരിക്കുക. ഏത് കാര്യം വേണമെങ്കിലും ദൈവത്തോട് ചോദിക്കാമെന്ന് അവർ വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി ഞാൻ സൂചിപ്പിക്കട്ടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം വിചാരപ്പെടേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അത് മാത്രമല്ല, മത്തായി 6:34 പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് എന്നാണ് പറഞ്ഞത്. അതാണ് നാം ചിന്തിക്കേണ്ടത്. നാളെയെക്കുറിച്ച് നാം കലങ്ങിപ്പോകരുത്. നാളെയെക്കുറിച്ച് നാം വിചാരപ്പെടേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നാം എന്താണ് ചിന്തിക്കേണ്ടത്? ഇന്ന് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത്? ഇന്ന് ദൈവം നമുക്ക് എന്താണ് നൽകിയിരിക്കുന്നത്? ആ ദൈവത്തോട് എന്താണ് ചോദിക്കേണ്ടുന്നത്? ആ ദൈവത്തിൽ നിന്ന് എന്താണ് നാം പ്രാപിക്കേണ്ടുന്നത് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവ പൈതലേ, ഇന്നെന്നുള്ളത് പൂർത്തിയാകും. പ്രൈസ് ദി ലോർഡ്. നാളെയെക്കുറിച്ച് കർത്താവ് കരുതിക്കൊള്ളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഇവിടെ പാട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ കേട്ടുവല്ലോ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോക്ക്ഡൗൺ കാലത്ത് ദൈവം നമ്മെ പോറ്റി പുലർത്തിയില്ലേ? നമ്മളെ ഭദ്രമായി കർത്താവ് സൂക്ഷിച്ചില്ലേ? എത്രയോ അനേകായിരങ്ങളുടെ ജോലികൾ നഷ്ടപ്പെട്ടു. വെളിനാടുകളിലും മറ്റുമായി കഴിയുന്നവരുടെ ജോലികൾ നഷ്ടപ്പെട്ടവരായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ കഴിയാത്ത തരത്തിൽ ഇന്നും ഹല്ലേലൂയ റൂമുകളിൽ വിശ്രമിക്കുന്ന സഹോദരന്മാരെ കുറിച്ച് എനിക്കറിയാം, സഹോദരിമാരെ കുറിച്ച് എനിക്കറിയാം. ദൈവമക്കളെ, സാമ്പത്തിക നന്മകളിലൂടെ അവർക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള വേദനകൾ, ദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിൽ അലയടിച്ചപ്പോഴും ദൈവത്തിന്റെ കരം നമ്മളെ താങ്ങിയില്ലേ? ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചില്ലേ? ദൈവം നമ്മളെ ഏതെല്ലാം വിധത്തിലാ ദൈവമക്കളെ ഫൈനാൻഷ്യലി നമ്മളെ സഹായിച്ചു, ആത്മീക കൃപകൾ കൊടുത്ത് സഹായിച്ചു. ഈ നാളുകളായി നമ്മൾ ലോക്ക്ഡൗൺ കാലത്ത് വീടുകളിൽ ഇരുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. എന്താണെന്നറിയാമോ? ഓരോ നിമിഷങ്ങളും നമ്മുടെ അപ്പൻ ചെയ്ത നന്മകളെ കുറിച്ച് ഓർക്കുവാനും ചിന്തിക്കുവാനും അനേകരുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഡോണ്ട് വറി അബൌട്ട് ടുമോറോ, ഫോർ ടുമോറോ വിൽ ബ്രിങ്സ് ഇറ്റ്സ് ഓൺ വറീസ് ടുഡേ. ഇറ്റ്സ് ട്രബിൾ ഈസ് ഇനഫ് ഫോർ ടുഡേ. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുന്ന വചനം നമ്മെ ഉറപ്പിക്കുന്നു. ദൈവ പൈതലെ, നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്, കലങ്ങരുത്, പ്രയാസപ്പെടരുത്, ദുഃഖപ്പെടരുത്. അത് കർത്താവിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. അത് ദൈവം കരുതിക്കൊള്ളും നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ഇന്നത്തെ പ്രശ്നം മതിയല്ലോ, എന്തിനേറെ നമ്മൾ ചേർത്ത് വെക്കണം? ഇന്നത്തെ പ്രശ്നമേ വലുതല്ലേ? അത് തീർത്തതിന് ശേഷം നാളെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ? ഇന്നത്തേത് നിങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ദൈവ പൈതലെ നിങ്ങൾക്ക് ഹല്ലേലൂയ നാളെക്കുറിച്ചുള്ള കവല വരുന്നത്. ഇന്ന് ദൈവം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആ ഹിതം എന്താണെന്നുള്ളത് അത് നിശ്ചയമായും അറിഞ്ഞിരുന്നു കൊണ്ട് ദൈവ പൈതലെ അത് പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നാം ചെയ്യുമ്പോൾ നാളെക്കുറിച്ച് നമുക്ക് കവലപ്പെടേണ്ട ആവശ്യം ഇല്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരു ഇന്നും പ്രശ്നങ്ങളില്ലാത്ത ഒരു നാളെയും നമുക്ക് ഉണ്ടാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രശ്ന സങ്കീർണമായ ഒരു ലോകത്തിലാ പ്രിയരെ നിങ്ങളും ഞാനും ജീവിക്കുന്ന എന്നുള്ളത് മറന്നു പോകരുത്. ഒന്ന് മാറുമ്പോൾ ഒന്ന് മറ്റൊന്നായി കടന്നു വരുന്ന ഒരു ലോകത്തിലാ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ജീവിക്കുന്ന ദൈവ പൈതലെ, നീ കർത്താവിന്റെ വഴി വിട്ട് പോകരുത്. കർത്താവിനെ നീ മുറുകെ പിടിക്കുമോ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ രോഗം,
രോഗം, തൊഴിൽ, കുടുംബം, കുഞ്ഞുങ്ങൾ, കടം, ഹല്ലേലൂയ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ തുടങ്ങി ഒരു നിര തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. എന്നാൽ ദൈവ പൈതലേ, നിന്നോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന്റെ ദൂതിന്ന് നിങ്ങൾ അത് ഏറ്റെടുക്കണം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മുടെ തമ്പുരാൻ നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്ത ദൈവമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ആകയാൽ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവവൈതലേ, നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിശ്ചയമായും എൻ്റെ യേശു കർത്താവ് വഴികളെ വിശാലമാക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ കടനുകൾ നിങ്ങൾ അടച്ചു തീർക്കുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ദൈവവചനം നമ്മളെ ഉറപ്പിക്കുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുന്ന. ഹല്ലേലൂയ. ആകയാൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് വചനം നമ്മെ ഉറപ്പിക്കുന്നു. ആകയാൽ ഈ ലോക മനുഷ്യർ നമ്മെ കൈവിടും പ്രിയരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെ സഹായിക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നതല്ലാതെ, വാഗ്ദാനങ്ങൾ ചെയ്യുന്നതല്ലാതെ നമ്മളെ അവർ സഹായിക്കുകയില്ല. നമ്മളെ കരം നീട്ടി, നമ്മളെ രണ്ട് കരവും നീട്ടി സ്വീകരിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിലാണ് നാം മുഴുവൻ ആശ്രയം വെക്കേണ്ടത്. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഉറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം നാളെയെ കുറിച്ച് കവലപ്പെടേണ്ട, അത് നമ്മുടെ കർത്താവ് നോക്കിക്കൊള്ളും. നമ്മുടെ ദൈവം, ഓ ഹല്ലേലൂയ, നമ്മുടെ ദൈവം വലിയൊരു പണക്കാരനാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഖിലാണ്ട ഘടാകത്തിന്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായിരിക്കുന്ന യേശു കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം ഉണ്ട്. ആകയാൽ ദൈവമക്കളെ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് ചെയ്യേണ്ടുന്നത്? ഫിലിപ്പിയർ 4:6 എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവ പൈതലേ, പ്രേ അബൌട്ട് എവരിതിങ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം. ഹല്ലേലൂയ. പ്രാർത്ഥന വിജയത്തിൽ എത്തിക്കും പ്രിയരെ. ദുഃഖങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, പ്രതികൂലങ്ങൾ മാറും. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയിൽ ഒന്ന് ശക്തിപ്പെട്ടെ. പ്രൈസ് ദി ലോർഡ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും ഇത് സാധ്യമല്ല എന്ന് പറയുവാൻ ഇല്ല ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ, നാം യാചിക്കുമ്പോൾ, നാം കണ്ണീർ വെടിക്കുമ്പോൾ, മകനേ, മകളെ, നിനക്ക് എന്താ പ്രശ്നം, നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ജീവനില്ലാത്ത ദൈവമല്ല. നമ്മുടെ ദൈവം കല്ലോ കുറ്റിയോ ഇരുമ്പോ ഒന്നും അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, മകളെ, നിന്റെ പ്രശ്നം എന്താണെന്ന് നിന്ന് നമ്മളോട് ചോദിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹാഗർ അവിടുന്ന് കുട്ടിയുമായി ഇറങ്ങി പുറപ്പെട്ടില്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. എന്നാൽ ബേർശേബ മരുഭൂമിയിൽ താൻ, ഹല്ലേലൂയ, ആയിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, താൻ കണ്ണീർ വടിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹാഗർ എന്താണ് ചെയ്തത്? കുട്ടിയുടെ മരണം കാണുവാൻ നിവൃത്തിയില്ലാതെ അവൾ, ഹല്ലേലൂയ, അമ്പൻപാട് ദൂരത്തിൽ അവൾ മാറിയിരുന്ന് കരയുകയാണ്, കണ്ണീര് വടിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ, കുട്ടിയുടെ മരണം കാണുവാൻ അവൾക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. കുട്ടിയോ, ഹല്ലേലൂയ, ആ ദേശത്ത് അവൾ, ഹല്ലേലൂയ, അവർ വാടി തളർന്നു പോയി. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹാഗറിനോട് ചോദിക്കുക, ഹാഗരേ, നീ കരയുന്നത് എന്ത്? ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരനെ, സഹോദരിയെ, നിങ്ങൾ ലോകത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ദൂത് നിങ്ങളോടുള്ളത്
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ കവലപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. ഹല്ലേലൂയ. അവൻ നമ്മെ വഴി നടത്തുവാൻ സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൗഖ്യം നമ്മുടെ ദേശത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ദേശം ഇന്നേക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മരണ ഭീതിയിലും ആശങ്കയിലും കഴിഞ്ഞു പോകുന്നു. ലോകം ഹല്ലേലൂയ ഇന്നേക്ക് ഒരു ചെറിയ വൈറസിനാൽ ബാധിക്കപ്പെട്ടവരായി ഹല്ലേലൂയ ദൈവമക്കളെ മരണ ഭീതിയിലൂടെ കടന്നു പോകുന്നു. ജനലക്ഷങ്ങൾ മരണമടയുന്നു. നമുക്കറിയാം ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നേക്ക് അനേക ആയിരങ്ങൾ ഐസൊലേഷൻ വാർഡിലും മറ്റുമായി ഹോസ്പിറ്റലുകളിൽ അതേപോലെ തന്നെ വീടുകളിൽ വിശ്രമിക്കുന്നു. ജീവിതത്തിൽ സമാധാനമില്ല, ജീവിതത്തിൽ സ്വസ്ഥതയില്ല. എനിക്ക് ഏത് നിമിഷവും മരണം സംഭവിക്കും എന്നുള്ള ഭാരം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദേശത്തിന് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുവാൻ. ദേശത്ത് ദൈവം കാവൽക്കാരെ അന്വേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിക്കുവാൻ കഴിയുമോ? യേശുവേ, ഞാൻ ഹല്ലേലൂയ ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം ഞാൻ തുടരും. പ്രൈസ് ദി ലോർഡ്. അനേകർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവേ, പ്രാർത്ഥന എന്ന വരം എനിക്ക് തരണമേ എന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നു? ജീവിക്കുന്ന ദൈവ പൈതലേ, ദേശത്ത് ദൈവം കാവൽക്കാരെ അന്വേഷിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ പ്രിയരെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് ഗോഡ് ഫോർ ഓൾ തിങ്സ്. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് നന്ദി പറയണം. എത്ര പേർക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, നമുക്കേയും ദൈവത്തെ അറിയാത്തവരായി പ്രൈസ് ദി ലോർഡ് നാശയോഗ്യമായി ഈ ലോകത്തിൽ ജീവിച്ചവരാ. എന്നാൽ ദൈവമായി കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച നമുക്ക് നല്ല ഒരു പദവി കൊടുത്തിരിക്കുക, അവന്റെ മക്കൾ എന്ന പദവി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കണ്ടേ? ആ ദൈവത്തെ നമുക്ക് ആരാധിക്കണ്ടേ? മഹത്വപ്പെടുത്തണ്ടേ ദൈവമക്കളെ? ഹല്ലേലൂയ. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം ഈ നാളുകളായി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മളെ കരം പിടിച്ച് ഉയർത്തി നിത്യജീവനിലേക്ക് നയിച്ച ആ പൊന്ന പിതാവിനെ നമുക്ക് ആരാധിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നവരായി തീരണം. ആകയാൽ സ്തുതിയോടും സ്തോത്രത്തോടും അവന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവ മക്കളെ, ഹല്ലേലൂയ, നാം ആയി തീരണം. ഹല്ലേലൂയ. ആകയാൽ നാമൊക്കെയും ഹല്ലേലൂയ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നവരാ, പലതിനെ ചൊല്ലി നാം വ്യാകുലപ്പെടുന്നവരാ, പല കഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒന്ന് മാറുമ്പോൾ ഒന്ന്, അങ്ങനെ തുടങ്ങി അനേക വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നവരാ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് രേഖപ്പെടുത്തുന്നത്, നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട, വിചാരപ്പെടേണ്ട, കവലപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആண்டവരാകി യേசு அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, அவர் எதை குறித்தும் கவலைப்பட வேண்டாம் என்று சொல்லி இருக்கிறார். ஹல்லேலூயா. அவர்தான் இயேசு. அவரால் எல்லாம் கூடும், அவரால் எல்லாம் முடியும். பிரியமானவர்களே, ஹல்லேலூயா. நம் ஆண்டவர் இரட்சகருமாகிய இயேசு அவர் நம்மோடு கூட இருக்கிறார். ஹல்லேலூயா. பிரைஸ் தி லார்ட், ஹல்லேலூயா. மகனே, மகளே, உனக்கு என்ன வேண்டும்? நான் உன்னோடு கூட இருக்கிறேன், நான் நல்ல இம்மானுவேலராக இருக்கிறேன் என்று ஆண்டவர் சொல்லி இருக்கிறார் அல்லவா? நிச்சயமாகவே அவருடைய சமூகத்தில் நம்மை அர்ப்பணிக்கும் பொழுது நம்முடைய வேதனைகள், ஒருவேளை நீ வியாதியின் கட்டுகளால் பாதிக்கப்பட்ட ஒரு நபராக இருக்கலாம். என்னை கேட்டுக்கொண்டிருக்கிறார் தானா அன்பான சகோதரனே, சகோதரியே, ஹல்லேலூயா, கர்த்தர் உன்னோடு கூட பேசிக் கொண்டிருக்கிறார். ஹல்லேலூயா. கர்த்தருடைய வேதத்தில் ஹல்லேலூயா கர்த்தருடைய வசனத்தை ஏற்றுக்கொள் மகனே. பிரைஸ் தி லார்ட். அவர் சொன்னார், உன்னுடைய வேதனைகள், உன்னுடைய பாரங்கள், உன்னுடைய பிரச்சனைகள், உன்னுடைய துக்கங்கள் அனைத்தும் என் மேல் போட்டுக்கொள் என்று சொன்ன தேவன் அவர். அவர் சொன்னால் சொன்னதுதான். ஹல்லேலூயா. அவர் சொன்னால் ஆகும். ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, இயேசு கிறிஸ்துவானவர் நேற்றும் இன்றும் என்றும் மாறாத தேவனாக இருக்கிறார். பிரியமானவர்களே, നമ്മോട് കൂടെ இருக்கிறார். പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ മക്കളെ, മക്കളുടെ ഭാവി എന്താകും എന്നൊക്കെ പല കാലത്ത് ഇങ്ങനെ പറയും മക്കളെ കുറിച്ച്. എൻ്റെ മോനെ അതിന് പഠിപ്പിക്കണം, എൻ്റെ മകളെ ഇതിനു വേണ്ടി പഠിപ്പിക്കണം, അങ്ങനെ പഠിപ്പിക്കണം, എൻ്റെ കുഞ്ഞിനോട് നല്ല ജോലി വേണം, ഞങ്ങൾക്കൊരു നല്ല വീട് കെട്ടണം, ഞങ്ങൾക്ക് നല്ലൊരു സ്ഥാനം വേണം, നല്ലൊരു പോസ്റ്റ്
എനിക്കിങ്ങനെ വേണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ജീവിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഇന്നത്തെ കാലം വന്നപ്പോൾ ലോകം ഇന്നേക്ക് എന്താ ചിന്തിക്കുന്ന അറിയാമോ? എനിക്ക് ജീവനോട് എന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഒരു നേരം കൂടി ജീവിച്ചാൽ മതി എന്നുള്ള ചിന്തയായി മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം എന്താ? വ്യാധി. ഹല്ലേലൂയ. ദൈവ പൈതലേ, മരണം, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ മരണം നമ്മളെ കൊണ്ടുപോകുന്നു. കാരണം തിന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടിവാ. യേശുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരാൻ കഴിയുമോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവ് പറയുന്നു, സകല ഭാരവും ചിന്തകളും എൻ്റെ മേലിട്ടുകൊള്ളുക എന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളത്തെ ദിനം ദൈവത്തിനായി വിട്ടുകൊടുക്കുക. നമ്മുടെ പകുതിയിലേറെ ഭാരം കുറഞ്ഞില്ലേ പ്രിയരെ? എന്തിന് ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത ഭാരത്തെ എന്തിന് ചുമക്കണം? എൻ്റെ കർത്താവ്, എൻ്റെ അപ്പൻ സകലതും നോക്കുന്ന ദൈവമാണ്. എൻ്റെ അപ്പൻ്റെ മുൻപിലേക്കൊന്ന് അടുത്തുവാ പ്രിയരെ. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമ്മുടെ ദൈവം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കൈവിടാതെ നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു പിതാവ് നമ്മുടെ ദൈവം. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്, മറ്റൊന്നും കർത്താവ് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളോട് പറയുന്നത് എന്താണ്? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവവൈതലേ, നീ നീ ഉറങ്ങിപ്പോയാൽ നീ ഉറങ്ങി തന്നെ തീരും. എന്നാൽ നാളെയെക്കുറിച്ചുള്ളത് ആ കവല ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ഇന്ന് നീ ചെയ്യേണ്ടുന്നത് എന്താ? കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചു കൊടുത്ത കർത്താവിൻ്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി നീ പോരാടുന്ന ഒരു വ്യക്തിയായി, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവോളം വിശ്വസ്തയോടുകൂടെ നിലകൊള്ളുവാൻ നിനക്ക് കഴിയുമോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നീ ചെയ്യുമെങ്കിൽ നിശ്ചയമായും നിന്റെ മേലുള്ള ഭാരം എന്തായാലും ശത്രു നിന്റെ മേൽ ചുമത്തുന്ന ആ നുഖത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് ദൈവ പൈതലെ അതിനെ തകർത്തെറിയുവാൻ കഴിയും. ഇന്ന പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, എന്ത് പ്രശ്നങ്ങളും കടന്നു വരട്ടെ, ഓളങ്ങളും തിരമാലകളും പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ കർത്താവിൻ്റെ വഴിവിട്ട് വിളകിപ്പോകരുതേ സഹോദരനെ. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, കർത്താവിൻ്റെ വരവ് സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? കർത്താവിൻ്റെ വഴി വിട്ട് പോകരുതേ. കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുവാൻ ദൈവമായി കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ലോകം നമുക്ക് സമാധാനം തരികയില്ല. ഒരു പ്രശ്നം ഒഴിഞ്ഞ് നാം വീട്ടിൽ വന്ന് പറയും, ഓ സമാധാനമായി, ഇനി എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു, എൻ്റെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടല്ലോ, ഇനി എനിക്ക് സ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞ് നീ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരു സംഭവം നിന്റെ മുൻപിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ശത്രുവായവൻ നിന്നെ തകർക്കുവാൻ അവൻ്റെ തീയമ്പുകളെ അവൻ പ്രയോഗിച്ചു കൊണ്ടിരിക്കുക. നിന്നെ ഏതെങ്കിലും വിധത്തിൽ വിഴുങ്ങുവാൻ ശത്രുവായവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നീ വിചാരിക്കും, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ ഒരു പാപവും അറിയുന്നില്ല, ഞാൻ ഒരു കുഴപ്പത്തിലും ഞാൻ ചെന്ന് ചാടുന്നില്ല എന്ന നീ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മിച്ചം. എന്നാൽ ഒരു കാര്യം നീ ഓർത്തുകൊള്ളണം, നിന്റെ മുൻപിൽ നിന്നെ വിഴുങ്ങുവാൻ വായ തുറന്നുകൊണ്ട് പിശാചായവൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല നാം ഓരോരുത്തരും. ആകയാൽ ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഈ നാളുകളായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഇന്നേ പ്രഭാതത്തെ അനുഗ്രഹിച്ച് വാഴ്ത്തി തന്നതിനായി ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കാം നമുക്ക്. ദൈവം ഹല്ലേലൂയ എത്ര നല്ല ദൈവമാണ്.
പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ലോകത്തിൽ നിങ്ങൾ രോഗികളായി നിങ്ങൾ കഷ്ടപ്പെടുന്നുവോ? ഏതെങ്കിലും രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായി എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. കടൻ ഭാരത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുവോ? കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിൽ, ജീവിതത്തിൽ നീറിപ്പുകയുന്ന അവസ്ഥയുമായി കഴിയുന്ന മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ അലയടിച്ചുയരുന്നു. പിതാവേ, ഞാൻ എങ്ങനെ ജീവിക്കും? ഇനി എനിക്ക് ആത്മഹത്യ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളത്. ഇനി എനിക്ക് ഒന്നും ജീവിക്കാൻ കഴിയുകയില്ല എന്ന ഹല്ലേലൂയ. നീ കണ്ണുനീരോടുകൂടി കഴിയുന്ന ഒരു വ്യക്തിയായി കഴിയുന്നുവോ? നീ ജോലി ചെയ്യുന്ന ഇടത്തിൽ ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ, നാല് സൈഡിലും നീ ചെയ്യാത്ത കുറ്റങ്ങളെ നിന്റെ മേൽ ചുമത്തിക്കൊണ്ട് നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പൈശാചിക ചിന്ത, ഒരു പൈശാചിക പ്രവൃത്തി അവിടെ കാണുന്നു. നീ ഓർത്തുകൊള്ളണമേ. നമ്മുടെ അരുമനാഥൻ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സകല ചിന്തകളും ചിന്താകുലവും ഭാരവും എൻ്റെ മേലിട്ട് കൊള്ളുക. നീ ഇന്ന് എന്ന കാര്യത്തെ, ഇന്നത്തെ ദിവസം കർത്താവിനോട് ചോദിക്കണം, അപ്പാ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത്? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ എത്രയോ ചെങ്കടൽ വന്ന് നിൽക്കട്ടെ പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും ചെങ്കടലിന്റെ അവസ്ഥയാ, യോർദാന്റെ അവസ്ഥയാ, യെരിഹോവിന്റെ അവസ്ഥയാ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ജീവിതമല്ല. ഹല്ലേലൂയ. ഒന്ന് മാറുമ്പോൾ ഒന്ന് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നീ തരണം ചെയ്യണമെങ്കിൽ, ഇതിനെല്ലാം നീ തരണം ചെയ്യണമെങ്കിൽ, ഹല്ലേലൂയ, സ്വർഗീയ പിതാവിന്റെ മുൻപിൽ നിന്നെ താഴ്ത്തി ഏൽപ്പിക്കുമോ? പ്രാർത്ഥന എന്ന കവചം ധരിച്ചുകൊണ്ട്. ദൈവ പൈതലേ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ മക്കളെ, ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ആലോചന അത് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അരുമരക്ഷകൻ നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഈ നാളുകളായി നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ദൈവം വിടുതൽ നൽകും. ഈ ലോക്ക്ഡൌൺ കാലത്ത് ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചില്ലേ? വീട്ടുവാടക പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ എത്രയോ പേരുണ്ടായിരുന്നു. ജോലികൾ നഷ്ടപ്പെട്ടപ്പോൾ, 4 പേരുണ്ടെങ്കിൽ ഒരു വീട്ടിലെ 4 പേർക്കും ജോലികൾ നഷ്ടപ്പെടുന്നു. ഒരു വീട്ടിൽ 4 ടീച്ചർമാരെങ്കിൽ 4 പേർക്കും ജോലികൾ നഷ്ടപ്പെട്ടപ്പോൾ ദൈവമക്കളെ, അവരുടെ ജീവിതം എത്രമാത്രം വേദനയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന്റെ യാഗപീഠത്തിങ്കൽ, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മകനുമായിട്ട് മോറിയ മലയിലേക്ക് കയറിപ്പോകുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവവൈതലേ, കത്തിയുണ്ട്, വിറകുണ്ട്, എണ്ണയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് മകൻ അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പൻ പറഞ്ഞത്, മകനെ, ദൈവം കരുതിക്കൊള്ളുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അവർ മോറിയ മലയുടെ അടിവാരത്ത് വന്നപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് അപ്പനും മകനുമായി മോറിയ മലയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ചെന്ന യാഗപീഠം പണിതു, യാഗത്തിനുള്ള സർവ്വതും ശരിയാക്കി, എല്ലാം എണ്ണയൊടിച്ചു, വിറക് വെച്ചു, സർവ്വതും വെച്ചു. അവസാനം ഹല്ലേലൂയ, ദൈവമക്കളെ നോക്കണമേ, മകൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പാ, എണ്ണയുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയപ്പാ എന്ന്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, അവിടെ അബ്രഹാം മകനോട് പറയാം, മകനേ, ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഏറിയ വിശ്വാസം. അബ്രഹാം കത്തിയെടുത്തു, അല്ല, മകനോട് പറയുന്നു, മകനെ, നീ യാഗപീഠത്തിങ്കൽ കയറി കിടക്കാൻ പറഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, നോക്കണമേ ദൈവമക്കളെ, ഓ, മകൻ ഒരു വാക്ക് പോലും അപ്പനോട് ചോദിച്ചില്ല. അപ്പാ, ഞാൻ അപ്പനോട് പല പ്രാവശ്യം ചോദിച്ചില്ലേ, അപ്പൻ ആരെയാണ് യാഗം കഴിക്കുന്നല്ലേ, എന്ത് യാഗമൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞില്ലോ എന്നൊന്നും മകൻ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, മകൻ, ഓ ഹല്ലേലൂയ, യാഗപീഠത്തിങ്കൽ കയറി കിടന്നു. അപ്പോൾ മകൻ പറയും അപ്പനോട്, അപ്പൻ എൻ്റെ കയ്യും കാലും ബന്ധിക്കണം. അപ്പൻ കത്തിയെടുത്ത് വെട്ടുമ്പോൾ എൻ്റെ കയ്യോ കാലോ എൻ്റെ അപ്പൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മുട്ടും എന്ന് പറഞ്ഞിട്ട് ആ മകൻ പറയുക, ഇങ്ങനെയാ, ഇതാ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ഇങ്ങനെയാ യാഗം കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അബ്രഹാം കത്തിയെടുത്തോങ്ങുമ്പോൾ, ഓ, സ്വർഗത്തിൽ നിന്നൊരു അശരീരി ശബ്ദമുണ്ടായി, മകനെ, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവയ്ക്കരുത്.
ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. കൊമ്പ് കാട്ടിൽ കുരുങ്ങിയ ഒരു ആട്ടുകൊറ്റനെ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജീവിക്കുന്ന ദൈവപൈതലേ, ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം പറയട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വ്യാകുലപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഹല്ലേലൂയ നിരാശരായിരിക്കുന്നുവെങ്കിൽ, കർത്താവിങ്കിലേക്ക് നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ ദുഃഖങ്ങളെ ആ പൊന്നുപിതാവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുമോ, സ്വർഗം നിങ്ങൾക്ക് വൻ കാര്യങ്ങളെ ചെയ്യും. സ്വർഗം നിങ്ങൾക്ക് നല്ല വഴികളെ തുറന്നു തരുമെന്ന് ഞാൻ ഹല്ലേലൂയ ആശംസിച്ചുകൊണ്ടും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ടും ഹല്ലേലൂയ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സ്വർഗത്തിലെ വലിയ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമുക്ക് നല്ല വഴികളെ തുറക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പാ, ഹല്ലേലൂയ. ഞങ്ങളിവിടെ കേട്ടതായ വചനം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കും. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ആകയാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു രാജ. ആരെങ്കിലും വേദനയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ അടിനെ കണ്ടുകൊണ്ടിരുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ആഴമേറിയ സത്യം അവരിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ, ദൈവം അവർക്ക് ഒരു രൂപാന്തരത്തെ ഒരുക്കുവാൻ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ സന്നിധിയിൽ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കട്ടെ അപ്പാ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞാരും രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, നിങ്ങളിവിടെ കേട്ടതായ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായിരുന്നു എന്ന് കരുതട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി സകലതും ചെയ്യുന്ന ഒരു ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്, നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ ലോകം നമ്മെ തള്ളിയാലും നമ്മെ തള്ളാതെ കർത്താവിൻ്റെ മാർവോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സകല ചിന്താകുലവും ഇടുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ആ കർത്താവിങ്കിലേക്ക് നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കുമോ? ആണ്ടവരുടെ ചുകരമാകി യേശു ക്രിസ്തുവിൻ ഹല്ലേലൂയ அவருடைய பாதபடி நீங்க வருவீங்களா? கர்த்தருடைய பிள்ளைங்களே, என்ன துக்கத்தோடு, வேதனையோடு, பாரத்தோடு, பிரச்சனையோடு நீர் இருக்கிறீர்களா? கர்த்தருடைய சமூகத்தில் உங்களை அர்ப்பணிக்கும் பொழுது நிச்சயமாகவே அவர் ஹல்லேலூயா பரலோக ராஜ்யத்தில் இருந்து இறங்கி வந்து நம்மை ஆசீர்வதிக்க வல்லவராக இருக்கிறார். கர்த்தர் இந்த வசனத்தின் மூலமாக உங்களை அனைவரையும் ஆசீர்வதிப்பாராக. ஆமென், ஆமென், ஆமென். பிரைஸ் தி லார்ட்.